എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രണ്ടാമത്തെ ഒരു ജീവിത കാലഘട്ടമാണ്. നമ്മൾ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള ജീവിതവും നമ്മുടെ ബാല്യകാലം കൗമാരകാലം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു യൗവന കാലത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വിവാഹ ജീവിതം ഉണ്ടാകുന്നത്. എല്ലാം മനുഷ്യനായാലും പെണ്ണായാലും വിവാഹ ജീവിതം തുടങ്ങുന്നത് യൗവന കാലത്താണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 18 വയസ്സ് പെൺകുട്ടികൾക്കും 21 വയസ്സ് ആൺകുട്ടികൾക്കും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിവാഹ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു ജീവിത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത്. അപ്പം ആ സമയത്ത് നമുക്കറിയില്ല, ആണിനും അറിയില്ല പെണ്ണിനും അറിയില്ല. മുൻപരിചയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുഴുവനായിട്ട് ഒരാളെ മനസ്സിലാക്കിയിട്ട് വിവാഹം കഴിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമുക്കൊരു പുതിയ ഒരു ആളുകളുമായിട്ടാണ് നമ്മൾ സംവദിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടിയാവട്ടെ ഭർത്താവിൻ്റെ പുതിയ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കവും, ആൺകുട്ടിയാവട്ടെ ഭാര്യയുടെ പുതിയ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കമാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും പരസ്പരം മനസ്സിലാക്കാൻ ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ പെട്ടെന്ന് സാധിക്കില്ല. അവിടെ പോയി നമ്മൾ ജീവിച്ച് ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പരസ്പര അഡ്ജസ്റ്റ്മെൻ്റാണ്. ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആൺകുട്ടിക്കും പെൺകുട്ടിയുമായി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായി വരും. പെൺകുട്ടിക്കാണെങ്കിൽ ആൺകുട്ടിയുമായി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്നു. പിന്നെ കുട്ടികളെ സംരക്ഷിക്കുക, അവരുടെ കാര്യം നോക്കുക, ഹസ്ബൻഡിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കുക, അവരുടെ അച്ഛനും അമ്മേൻ്റെ കാര്യം നോക്കുക, സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുടുംബമൊക്കെ ആണെങ്കിൽ അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പെൺകുട്ടികൾ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പിന്നെ ജോലി ഉള്ളവരാണെങ്കിൽ ജോലിയുടെ കാര്യവും നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, വീട്ടുകാര്യം നോക്കണം. അപ്പോൾ എല്ലാവരും സമയനിഷ്ഠയിൽ ഇങ്ങനെ പോയാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരസ്പരം ജീവിക്കാൻ പറ്റില്ല. എന്തിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതിന് പ്രധാന ക്ഷമയാണ്. അപ്പോൾ മനുഷ്യന്മാരെ പറ്റി പൂർണ്ണമായിട്ട് ഒരാൾക്ക് പഠിച്ചിട്ടൊന്നും വിവാഹ ജീവിതത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കി കണ്ടും കേട്ടും മനസ്സിലാക്കി പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് വിവാഹ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ നമ്മൾ മക്കളെ നന്നായി വളർത്തണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർ നല്ല നിലയിൽ എത്തിക്കണം. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഒരാളെ കൈപിടിച്ച് ഏൽപ്പിക്കണം. ആൺകുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്ക് വിവാഹം കഴിക്കണം, പുതിയ പെൺകുട്ടിയായി അഡ്ജസ്റ്റ് പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു വിഷയമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ക്ഷമ ആവശ്യമാണ്, മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ആവശ്യമാണ്. അപ്പോൾ പരസ്പരം ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മയായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, മരുമക്കളൊക്കെ മോനെ എന്നൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ പിന്നെ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ അമ്മ ആയിക്കോട്ടെ പെൺകുട്ടിയെ മോളെ എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്വന്തം മക്കളെ പോലെയൊക്കെ സ്നേഹിക്കുന്നത് നമ്മൾ കാണാറില്ല. അത് പരസ്പരം അവർ മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ സ്വന്തം മക്കളെ പോലെ കരുതിയാൽ മാത്രമേ നമുക്ക് വിവാഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അമ്മയായാലും അച്ഛനായാലും പുതിയൊരു പെൺകുട്ടി വരുമ്പോൾ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന അവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതായിരിക്കും. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ പുതിയ മരുമക്കളൊക്കെ ആണെങ്കിൽ അവരുടെ സ്വഭാവം വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കി അവരുമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് വിവാഹത്തിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ.
അതിപ്പോൾ ഓരോരുത്തർക്ക് സ്വഭാവങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല സ്വഭാവം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യപ്പെടുന്നു അങ്ങനെ പ്രതീക്ഷിക്കുന്നു. എന്നാലും ചിലപ്പോൾ പാരമ്പര്യ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം തെറ്റുകളും കുറവുകളും ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ൻ്റെ ആവശ്യം ഇവിടെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പല മതങ്ങളും വിവാഹ ജീവിതത്തിനും പിന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിലൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായി കേട്ടിട്ടില്ല. എനിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ ജീവിതമായിട്ട് ജീവിതം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പരസ്പരം എൻ്റെ ഒരു അനുഭവത്തിൽ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റ്, പരസ്പര വിശ്വാസം അതൊക്കെ പ്രധാനമാണ്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിച്ചത് പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു വിവാഹ ജീവിതം. അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.